ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് മീനും മേടിച്ചുകൊണ്ട് വന്നത്. വീട്ടിലെല്ലാവരും കൊച്ചിനെ നോക്കാൻ തിരക്കായിട്ടും വീട്ടിലെ പണികളൊക്കെ ഒതുങ്ങിയ സമയത്താണ് ഞാൻ മീനും മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അറിയാലോ പോരാളിയുടെയും ഭാര്യയുടെയും വായിന്ന് വരുന്ന വാക്കുകൾ. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് കഴുകി നല്ലോണം വെട്ടി വരക്കാൻ പാകത്തിന് ഇങ്ങനെ വരഞ്ഞു 2 സൈഡ് നല്ലോണം വരഞ്ഞിട്ട് മസാല എടുക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് കൊച്ചുള്ളി എടുത്തു, പച്ചമുളക് എടുത്ത്, ഇഞ്ചി എടുത്ത്, വെളുത്തുള്ളി എടുത്ത്, ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിലിട്ട് ഇങ്ങനെ കച്ചാന്ന് പറഞ്ഞാൽ അടിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ അരച്ച് വെച്ച മസാലകൾ നല്ലോണം ചേർത്ത് മീനിൽ നല്ല 2 സൈഡിൽ തേച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ മസാല തേച്ചൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, മസാലയുടെ കളർ കാണുമ്പോൾ വളരെ കുറച്ച് മസാല ചേർത്തിട്ടുള്ളൂ. അങ്ങനെ തേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മസാല തേച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നേരെ ഫ്രൈ പാൻ വെച്ച് നേരെ എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കേട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണ ഇങ്ങനെ ചൂടായി വരുമ്പോഴത്തേക്കിനും 2 കറിവേപ്പില നല്ല തണ്ടോട് കൂടിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കും. ഈ വെച്ച് കൊടുക്കുന്നത് എൻ്റെ ഒരു ഐഡിയയ്ക്ക് വേണ്ടി, എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വെച്ച് കൊടുത്ത് ശേഷം ഈ മീൻ അങ്ങ് എടുത്ത് അങ്ങോട്ട് ഇങ്ങനെ എന്നൊരു സൗണ്ട് വെക്കും. ആ മീൻ അങ്ങോട്ട് ഇട്ടിട്ട് കേട്ടാ മീൻ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ മറിച്ചിട്ടിട്ട് പറയുമ്പോൾ തന്നെ വായിക്കാതെ വെള്ളം വരിക. കാരണം അത്ര ടേസ്റ്റാണ് ഈ സിലോപ്പിയ വറുത്ത് കഴിഞ്ഞാൽ. സൂപ്പറായിട്ട് കേട്ടോ.